നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരാക്കര കാളക്കല്ലിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചേലൂക്കാരൻ വീട്ടിൽ ബാബുവിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. 2 മാസം മുൻപാണ് മരത്തിൽ നിന്ന് വീണ് അനന്തുവിന് പരുക്കേറ്റത്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അനന്തു വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചികിത്സയ്ക്കിടെയാണ് മരണം സംഭവിച്ചത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷൈലയാണ് അനന്തുവിന്റെ അമ്മ. സഹോദരി ആതിര. അനന്തുവിന്റെ സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഇരിങ്ങാലക്കുടയിൽ കാറിനുള്ളിൽ 57-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസമായി വാടകയ്ക്ക് മുല്ലക്കാടാണ് ജോസും കുടുംബവും താമസം. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ഗാന്ധിഗ്രാമിൽ മുല്ലക്കാട് അംഗൻവാടിക്ക് സമീപം നിർത്തിയിട്ട കാറിനുള്ളിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെടുമ്പാൾ കോന്തിപുലം കോൾ കർഷക സമിതിക്ക് അനുവദിച്ച 50 HP സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് സെറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കോന്തിപുലം കർഷക സമിതി പ്രസിഡന്റ് CK സജീബ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ TK ഷാജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രികൾച്ചറൽ അനു റേ മാത്യു, പൊറത്തുശ്ശേരി കൃഷി ഓഫീസർ KP അഖിൽ, പറപ്പൂക്കര കൃഷി ഓഫീസർ അനീറ്റ, ധനുകുളം വെസ്റ്റ് കോൾ സമിതി പ്രസിഡന്റ് PK മേജോ, കോന്തിപുലം കോൾ കർഷക സെക്രട്ടറി CA ആൻഡ്രു എന്നിവർ പ്രസംഗിച്ചു. കാരിക്കുളം കടവിൽ പാലം പണിയാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും പാലനിർമ്മാണം ആരംഭിക്കാത്തതിനെതിരെ പരാതിയുമായി മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കാരിക്കുളം കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസി കൂടിയായ സുരേഷ് ചെമ്മനാടൻ. 1976 മുതൽ തന്നെ കാരിക്കുളം കടവിൽ പാലം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കച്ചേരിക്കടവ് പാലത്തിന് മുൻപേ തന്നെ ഇവിടെ പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. കാരിക്കുളം കടവിൽ പാലം നിർമ്മിച്ചാൽ കാനാറ്റുപാടം സ്കൂൾ, ചിമ്മിനി ഡാം, വിവിധ ആരാധനാലയങ്ങൾ, അതിരപ്പള്ളി, വെള്ളിക്കുളങ്ങര, കോടാലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഏറെ എളുപ്പമാകും. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ സൗകര്യമാകും. ഈ സാഹചര്യത്തിൽ കാരിക്കുളം കടവിൽ പാലം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ നിവേദനം നൽകിയതെന്ന് സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. തനിക്കെതിരെ പോസ്റ്റർ പതിച്ചതിൽ പോലീസിൽ പരാതി നൽകി മുൻ MP-യും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വ്യക്തിവിരോധം തീർക്കുന്നതിനും രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിനുമായാണ് പോസ്റ്റർ പതിച്ചതെന്നാണ് TN പ്രതാപൻ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിന് പിന്നിലുള്ളവരെയും ഇവരുടെ ഉദ്ദേശലക്ഷ്യമെന്തെന്ന് കണ്ടെത്തണമെന്നും പ്രതാപന്റെ പരാതിയിൽ പറയുന്നു. ചേർപ്പ് പാറേക്കാവിലിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കോടതി. പശ്ചിമബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ബീരുവും 2-ാം പ്രതിയും മൻസൂറിന്റെ ഭാര്യയുമായ രേഷ്മ ബീവിയുമാണ് കുറ്റക്കാരെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി മാർച്ച് 13-ന് പ്രസ്താവിക്കും. നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകത്തിനാണ് കോടതിയിൽ ഇപ്പോൾ നീതി നടപ്പാക്കുന്നത്. 2021 ഡിസംബർ 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചേർപ്പിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കിനെ ഒന്നിച്ച് ജീവിക്കാനുള്ള തടസ്സം നീക്കാനായി ഭാര്യ രേഷ്മയും കാമുകൻ ബീരുവും ചേർന്ന് വകവരുത്തുകയായിരുന്നു. പുലർച്ചെ 1 മണിയോടെ ഉറങ്ങിക്കിടന്നിരുന്ന മൻസൂറിനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടുപറമ്പിൽ തന്നെ കുഴിച്ചുമൂടി. തുടർന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഭർത്താവിനെ കാണാനില്ലെന്ന് കാട്ടി രേഷ്മ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്.
കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രതികൾക്കെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഒന്നാം പ്രതിയെ ബംഗാളിൽ നിന്ന് സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. 27 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 35 തൊണ്ടിമുതലുകളും നിർണായക രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്നത്തെ ചെയർപേഴ്സൺ ടി.വി. ഷിബുവാണ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. എസ്.ഐ. ദിലീപ്, GSI സരസപ്പൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ.ബി. സുനിൽകുമാർ, ലിജി മധു എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ അജീഷ് നടപടികൾ ഏകോപിപ്പിച്ചു. ആളൂരിൽ നിരന്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവന്ന യുവാവിനെതിരെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം പോലീസ് നടപടി സ്വീകരിച്ചു. കാരൂർ സ്വദേശി ഷാഫിയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ഉത്തരവുകൾ ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചാണ് പ്രതിയെ പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയായ ഇല്ലത്തുപറമ്പിൽ ഷാഫിക്കെതിരെയാണ് ശക്തമായ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഷാഫി നിരന്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തടയാനാണ് BNSS 129 വകുപ്പ് പ്രകാരം പോലീസ് നടപടികൾ ആരംഭിച്ചത്. നിശ്ചിത കാലയളവിലേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് കാണിച്ച് ജാമ്യത്തിൽ ബോണ്ട് ഒപ്പിട്ട് നൽകാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി പലതവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ ഷാഫി തയ്യാറായില്ല. ഇതോടെയാണ് കോടതി ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത്. തുടർന്ന് ആളൂർ GSI ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,970 രൂപയും പവന് 1,19,760 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പുല്ലുപറമ്പിൽ ഫെലിക്സ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. ക്രിസ്റ്റീനയാണ് ഭാര്യ. മക്കൾ ആൾറിച്ച്, അൻസൽ. ആനന്ദപുരം എടകുളത്തൂർ കളരിക്കൽ കുമാരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.